Hello, welcome to my channel. So today we are going to start a very new lesson, that is chapter 13, hydrocarbons. It's a very simple lesson. അത്ര വലിയ സംഭവം ലെസൺ ഒന്നുമല്ല. കാണുമ്പം ടെക്സ്റ്റ് കാണുമ്പോൾ നിറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉള്ള മാതിരി തോന്നും. പക്ഷേ നമ്മൾ അതൊന്ന് നീറ്റാക്കി പഠിച്ചാൽ, അതായത് പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചാൽ ഇറ്റ് ഈസ് മോസ്റ്റ് ഈസിയസ്റ്റ് ലെസൺ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം എക്സാം അടുത്തവരായാലും ഇനി ആദ്യമായിട്ട് എക്സാം ഒന്നും ഇല്ലെങ്കിലും ബെറ്റർ കീപ്പ് വൺ നോട്ട് ഓർ എ സെറ്റ് ഓഫ് പേപ്പേഴ്സ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പണ്ടേ പറയുന്നൊരു കാര്യമാണ്, ഒരു സെറ്റ് ഓഫ് പേപ്പർ നമ്മുടെയൊക്കെ നാട്ടിൽ ന്യൂസ് പ്രിൻ്റ് തന്നെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കല്ല, കിട്ടാറില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ന്യൂസ് പ്രിൻ്റ് എടുക്കുക. ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് ഒരു ഫയൽ, കുഞ്ഞ് ഫയലൊക്കെ വാങ്ങാൻ കിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഞാനാണോ ഇപ്പോൾ ഏത് ടീച്ചറാണോ, അതായത് ഇപ്പോൾ ഇവിടെയാണോ വേറെ യൂട്യൂബ് ചാനൽ എങ്ങനെയോ ആവട്ടെ, അതിലാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓർഗാനിക് ഒക്കെ എടുക്കുമ്പോൾ 2-3 കളർ പെൻസ് വാങ്ങുക. അതായത് ഒരു വലിയ വിലയുടെ പെന്ന് വാങ്ങാനല്ല പറഞ്ഞത്, ഒരു റെഡ് പെന്ന്, ഒരു ബ്ലൂ പെന്ന്, ഒരു ഗ്രീൻ പെന്ന് വാങ്ങുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുമ്പം ഹെഡിങ് എഴുതുക ഒരു കളർ പെന്നുണ്ട്. ക്ലാസ് കേട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ പ്രിപ്പറേഷൻസ് ആണെങ്കിൽ അത്, നോമൻക്ലേച്ചർ ആണ്, ഇനി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഒരു കളർ കൊണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് നോക്കാം. ഈ ടെക്സ്റ്റ് വായിക്കാനോ അല്ലെങ്കിൽ വല്ല എക്സ്ട്രാ നോട്ട്സിൻ്റെ ഒന്നും ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വൃത്തിക്ക് ക്ലാസ് കേട്ടിട്ട് എക്സ്ട്രാ നിങ്ങളുടെ വകയും കൂടെ വല്ല പോയിൻറ്റ്സ് ഇപ്പോൾ ടീച്ചേഴ്സ് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ നോക്കി ഒന്ന് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ. ഓർഗാനിക് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ പാർട്ട് ഓഫ് കെമിസ്ട്രി. ഓർഗാനിക് എന്ന് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഈ ഓർഗാനിക്. പക്ഷേ എന്താ വെച്ചാൽ തലയിൽ നിൽക്കത്തില്ല, നമ്മളിപ്പോൾ പഠിച്ചാൽ പെട്ടെന്ന് മറന്നു പോകുന്നൊക്കെ തോന്നും. അതിനാണ് ഞാൻ പറയും, നോട്ട് എഴുതുമ്പം നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ ആ നോട്ട് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെസൺ ഹൈഡ്രോകാർബൺ. സോ വാട്ട് ഈസ് മെൻ ബൈ ഹൈഡ്രോകാർബൺ? ഗ്രേഡ് 10 പഠിച്ചിട്ടുണ്ടാവും. Very simple. What is meant by hydrocarbon? It's an organic compound which contain carbon and hydrogen. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോകാർബൺ. ഇത് ഡീറ്റെയിൽ ആയിട്ട് SSLC ആണ് വരും. ഇനി CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ 2 പേരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. മീത്തേൻ, ഈത്തേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, ഇവരൊക്കെ എന്താണ്? വെറും കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇവരെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺ. സോ വാട്ട് ഈസ് മെൻ ബൈ ഹൈഡ്രോകാർബൺ? ഹൈഡ്രോകാർബൺസ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഈ നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരും, എന്തിനാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ ഇത് പഠിച്ചിട്ട് കാര്യം? യെസ്, ഹൈഡ്രോകാർബൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് compound which we see daily in our life. Daily നമ്മൾ കാണുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ ഹൈഡ്രോകാർബൺ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us to learn and to understand its preparation, its properties, everything we should know. അപ്പോൾ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ ഒരു വെള്ളം ചൂടാക്കണമെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓൺ ചെയ്യും അല്ലേ? ഗ്യാസിൻ്റെ ഓൺ ചെയ്യുമ്പം അതിൽ നിന്ന് വരുന്നത്, ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് വരുന്ന ഗ്യാസ് എന്താണ്? LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇറ്റ് ഈസ് ഹൈഡ്രോകാർബൺ. ഇറ്റ് ഈസ് എ ഹൈഡ്രോകാർബൺ. ബ്യൂട്ടേൻ ആണ് അതിൽ മെയിനായിട്ട് LPGയിൽ കാണുന്ന ഒരു കണ്ടന്റ്. ഇറ്റ് ഈസ് ഹൈഡ്രോകാർബൺ. ഇനി നമ്മുടെ വണ്ടികളൊക്കെ ഓടുന്ന പെട്രോള്, പിന്നെ നമുക്കറിയാം കോള് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. ദീസ് ഓൾ ആർ ഹൈഡ്രോകാർബൺസ്. അപ്പം എവിടെ നോക്കിയാലും ഹൈഡ്രോകാർബൺ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പോളിയസ്റ്റർ. ഈ പോളിയസ്റ്റർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതായത് പോളിയസ്റ്ററിൽ നമ്മൾ ഹൈഡ്രോകാർബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോകാർബണിൻ്റെ ഡെറിവേറ്റീവ്സും ഹൈഡ്രോകാർബൺസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പോളിത്തീൻ ബാഗ്സ് ഉണ്ടല്ലോ, പോളിത്തീൻ ബാഗ്സിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഈ ഹൈഡ്രോകാർബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും വി ക്യാൻ സീ ഹൈഡ്രോകാർബൺ. സോ ഹൈഡ്രോകാർബൺസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഡെയിലി ലൈഫ് വി ആർ സീയിങ് മെനി കോമ്പൗണ്ട്സ് റിലേറ്റഡ് ടു ദിസ് ഹൈഡ്രോകാർബൺ. അപ്പോൾ അതിലേറ്റവും ഞാൻ പറഞ്ഞത് LPG, നമ്മുടെ കോള്, പെട്രോള്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഓൾസോ ഈ ഒരു കാറ്റഗറി ഹൈഡ്രോകാർബൺസിൻ്റെ ഇടയ്ക്ക് ഫ്യുവൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ കോള്, പെട്രോള്, LPG, CNG, ഇവരൊക്കെ എന്താണ്? ആ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ്. അപ്പം ഇവരെ നമ്മളിടയ്ക്ക് ഫ്യുവൽ കോമ്പൗണ്ട്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ പേപ്പർ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ ന്യൂസ് പ്രിൻ്റ് ഇല്ലെങ്കിലും വേണ്ട, നമ്മളടുത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ എങ്ങനെയായാലും എപ്പോഴും നോട്ട്സ് എഴുതി പഠിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇത് ഓൾറെഡി ഐ ഹാവ് ടേക്കൺ ഇൻ ഓർഗാനിക് കെമിസ്ട്രി, ബട്ട് ഈ ഒരു ലെസണിൽ ഇനിയിപ്പം ഈ ലെസനായിട്ട് പഠിക്കണവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് പഠിച്ചവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. So what is meant by, which are the different ways in which we can classify hydrocarbons? Hydrocarbon പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ പറയുകയാണ്. Hydrocarbons are generally classified into
ആലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ ഒക്കത്തിൻ്റെ ഒരേ പേരാണ്, ഓർ എസൈക്ലിക്. ഈ മൂന്നാളും ഒരേ ആൾക്കാരാണ്. അവർ നമ്മളിങ്ങനെ പറയുകയാണ് ദേ ആർ കോൾഡ് ആസ് ആലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ ഓർ എസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ദ അതർ കാറ്റഗറി ഈസ് സൈക്ലിക് കോമ്പൗണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോകാർബൺസ്. സോ ദി ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി ഓഫ് ടു ടൈപ്പ്, ദാറ്റ് ഇസ് എസൈക്ലിക് ഓർ ആലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ hydrocarbons. So open chain hydrocarbons are those in which the carbon or the hydrocarbons are linked in such a way that they form a chain like structure. അവർ എന്ത് ഫോം ചെയ്യും? ഒരു ചെയിൻ ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനെ ഓപ്പൺ ചെയിൻ ആയിട്ട് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. ഇത് ഹൈഡ്രോകാർബണിൽ നമുക്കറിയാം കാർബണും ഹൈഡ്രജനും ഇവരിങ്ങനെ ലിങ്ക് ചെയ്ത് ദേ ആർ ഫോമിങ് എൻ ഓപ്പൺ ചെയിൻ. ഇവർ ക്ലോസ് ആയി പോകുന്നില്ല, ദേ ആർ ഫോമിങ് എൻ ഓപ്പൺ ചെയിൻ. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്താ? Cyclic compounds are those hydrocarbons which are arranged in such a way that they form a closed structure. For example, CH2, CH2, CH2. ഇതെന്താ? ഒരു cyclic compound ആണ്. They are having a closed structure. One is an open chain. They are also called as aliphatic hydrocarbons or acyclic. Cycle അല്ലാത്തത്. Then it is called as cyclic. ഇനി ആലിഫാറ്റിക്കിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുക എന്തിനാ? ബേസ്ഡ് അപ്പോൺ ദി സിംഗിൾ ബോണ്ട് ഓർ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്, അവരിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള, അതായത് കാർബണും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടല്ലോ ഇവിടെ. ഈ കാർബണും ബോണ്ടിങ് സിംഗിൾ ആണോ ഡബിൾ ആണോ, ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് പിന്നെയും പറയാത്തത്. ഇതൊക്കെ നമ്മൾ ഹൈബ്രിഡൈസേഷനിലും പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ഡബിൾ എന്താ ട്രിപ്പിൾ എന്താ. അപ്പോൾ സിംഗിൾ ആണോ ഡബിൾ ആണോ അതിനെ ബേസ് ചെയ്ത് വി ആർ ക്ലാസിഫൈങ് ദി ഹൈഡ്രോകാർബൺ ഇൻടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഇൻടു സാച്ചുറേറ്റഡ് and unsaturated hydrocarbon. Saturated hydrocarbons are those which are having only single bond. അവിടെ സാച്ചുറേറ്റഡ് ആണ്, അവരിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? സിംഗിൾ ബോണ്ട്സ്, അതായത് കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്സേ ഉണ്ടാവുള്ളൂ. ഇവിടെ കാർബണും തമ്മിൽ എന്തുണ്ടാകും? ട്രിപ്പിൾ ബോണ്ട്സ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് സാച്ചുറേറ്റഡ്. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിന് നമ്മൾ പറയുന്ന പേരാണ് ആൽക്കെയിൻസ്. സോ വാട്ട് ആർ ആൽക്കെയിൻസ്? ആൽക്കെയിൻസ് ആർ ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ ഹാവിങ് ഓൺലി സിംഗിൾ ബോണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറയും ആൽക്കെയിൻസ് എന്താണ്. സോ അൺസാച്ചുറേറ്റഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു ആൽക്കീൻ ആൻഡ് ആൽക്കെയിൻ. ആൽക്കീൻസ് ആർ ദോസ് വിച്ച് ആർ ഹാവിങ് കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് ആൽക്കൈൻസ് ആർ ദോസ് ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ ഹാവിങ് triple bond. ഇതാണ് alkene. ഇനി so now the classification is therefore cyclic compounds. Cyclic hydrocarbons are again classified into alicyclic or aromatic. So what is meant by alicyclic? Alicyclic hydrocarbons are those which contain a ring of carbon. It contains a ring of carbon of two or more, not 2, 3 or more carbon atoms. It contains a ring of 3 or more carbon atom, and the properties are almost similar to that of aliphatic or open chain hydrocarbon. അവരുടെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് നമ്മുടെ സ്ട്രേറ്റ് ചെയിൻ ആയിട്ടുള്ള ആലിഫാറ്റിക് ഹൈഡ്രോകാർബണിന് സിമിലർ ആയിട്ടായിരിക്കും ഈ ആലിസൈക്ലിക്കിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നോക്കൂ, ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ച് ഒരിക്കലും വിചാരിക്കുക ഇറ്റ്സ് ട്രയാങ്കിൾ. ഇത് നമ്മൾ കെമിസ്ട്രിക്കാരപരമായിട്ട് ഇതെന്താ? ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്. ഇതെന്താ? 3 കാർബൺ ആറ്റം ഉള്ളൊരു കോമ്പൗണ്ട്. ഇത് മെത്ത് പ്രൊപ്പാണ്. ഇതിന് നമ്മൾ സൈക്ലോ പ്രൊപ്പേൻ എന്ന് പറയും. ഇനി ഇതേ കോമ്പൗണ്ടിന് ഇങ്ങനെ ഡബിൾ ബോണ്ടിൽ വരാം. ഓക്കെ, ഇങ്ങനെ ഈ ഡബിൾ ബോണ്ട്. ഇനി ഇതേ കോമ്പൗണ്ട് തന്നെ ചില കേസിൽ ട്രിപ്പിൾ ബോണ്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ആലിസൈക്ലിക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തൂടെ? സൈക്ലോ ആൽക്കീൻ ആൻഡ് സൈക്ലോ ആൽക്കൈൻ എന്ന് പറഞ്ഞൂടെ? cycloalkane, cycloalkene and cycloalkyne, depending upon the bonding present between the carbon atoms in the cyclic compound. It can be alkane or alkene or alkyne. അപ്പോൾ അവരെ നമ്മൾ എന്ത് പറയും? cycloalkane, cycloalkene. ഇത് കണ്ടോ? ഇങ്ങനെ ഇട്ട ഇതിൻ്റെ അർത്ഥം എന്താവും? ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. ദാറ്റ് ഈസ് 1 2 3 4. ഇറ്റ്സ് കോൾഡ് എ സൈക്ലോബ്യൂട്ടേൻ. ഇനി ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ സൈക്ലോബ്യൂട്ടീൻ. ഇനി ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ സൈക്ലോബ്യൂട്ടൈൻ. അപ്പം ഇതന്നെ പലതരത്തിലുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബോണ്ടിങ് ബിറ്റ്വീൻ ദി കാർബൺ ആറ്റം. ഇനി എന്താണ് ആരോമാറ്റിക്? ആദ്യം ആരോമാറ്റിക്കിൽ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്?
അതിൽ ആരോമാറ്റിക് പറയുന്നതിന് മുന്നേ അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറയാൻ നമുക്ക് കൂടുതൽ ഡെപ്ത് പറയാൻ പറ്റുള്ളൂ. Aromatic compounds, hydrocarbons are again classified into benzenoid or non-benzenoid. But ningalod choikka, what is meant by alicyclic and what is aromatic എന്ന് വെച്ചാൽ alicyclic hydrocarbons are those hydrocarbons which contain cyclic rings of carbon with 3 or more carbon atom and their properties are similar to that of aliphatic hydrocarbon, where aromatic hydrocarbons are those which contain at least one benzene ring. അങ്ങനെ പറയാം, at least one benzene ring and their derivatives. അതിന് നമുക്ക് ജനറലി ആരോമാറ്റിക് എന്ന് പറയാം. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ, ബെൻസീൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ് ആരോമാറ്റിക് ഉണ്ട്, അവരെയാണ് നമ്മൾ നോൺ ബെൻസിനോയിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ജനറലി ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ ആരോമാറ്റിസിറ്റി നമ്മൾ കൂടുതൽ ഡെപ്തിൽ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ ദോസ് ഹൈഡ്രോകാർബൺസ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബെൻസീൻ റിംഗ്. പക്ഷേ അവിടെ എന്താ ചില കോമ്പൗണ്ട്സ് ഉണ്ട് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ബെൻസീൻ ബട്ട് ദേ ആർ aromatic. അവരെയാണ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ aromatic compounds are again classified into benzenoid and non-benzenoid compounds. Benzenoid compounds are called as the hydrocarbon which is containing at least one benzene ring. ഈ ബെൻസീൻ റിംഗ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഹെക്സഗൺ, അതായത് 6 കാർബൺ ആറ്റം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഹാവിങ് ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ, അതായത് ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ സിംഗിൾ ബോൺസ് ഉള്ളതിനാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇവരുടെ ഡെറിവേറ്റീവ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, അതായത് ഇവരുടെ ഒരു ഹൈഡ്രോജനെ മാറ്റിയിട്ട് അവിടെ ഇനിയിപ്പോൾ ഈ OH വന്നു, ഇവിടെ Cl വന്നു, ഇതൊക്കെ എന്താണ്? ഇതൊരു ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഹൈഡ്രോകാർബൺ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ CH3 വന്നു, ഇതൊക്കെ എന്താണ്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ ആരോമാറ്റിക് ബെൻസിനോയിഡ് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ നോൺ ബെൻസിനോയിഡ് എന്താ? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ബെൻസീൻ റിംഗ് ബട്ട് ഇറ്റ് കണ്ടെയ്ൻ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ആർ ദോസ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ benzene compound, one benzene with its derivatives. ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഉണ്ടാവും ചിലപ്പം. ഇതൊക്കെ എന്താണ്? ആരോമാറ്റിക് ആണ്. ഇനി ഇത് നമ്മുടെ നാഫ്തലിൻ, ഇത് കണ്ടോ? ഇതിലൊക്കെ എന്ത് വേണം? ഒരു ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ, ഇല്ലെങ്കിൽ അത് എന്തായി പോകുന്നറിയോ? നമ്മുടെ സൈക്ലോ ആൽക്കേനായി പോവേ. കണ്ടോ? അങ്ങനെ. അപ്പം ഇതൊക്കെ എന്താണ്? ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. നമുക്കത് ഡെപ്ത് പഠിക്കാനില്ല. നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ആർ aromatic but they do not contain a benzene ring but they have highly complex structures of hydrocarbon. They contain highly complex structures of hydrocarbons. അപ്പോൾ ഇതാണ് hydrocarbons can be classified into aliphatic. ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. ഓപ്പൺ ചെയിൻ, ക്ലോസ് ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക്. ഓപ്പൺ ചെയിൻ്റെ വേറെ പേരാണ് എസൈക്ലിക്, സൈക്കിൾ ഇല്ലാത്തത് ആലിഫാറ്റിക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്ട്രെയിറ്റ് ചെയിനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് ഉള്ളതും സിംഗിൾ ബോണ്ട് ഉള്ളതും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതും. സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ പറയും സാച്ചുറേറ്റഡ് എന്നും, ഡബിളും ട്രിപ്പിൾ ഉള്ളത് അൺസാച്ചുറേറ്റഡ് എന്നും. ഈ സാച്ചുറേറ്റഡിൽ നമ്മൾ ആൽക്കെയിൻസ് എന്നും, അൺസാച്ചുറേറ്റഡിൽ ഡബിൾ ഉള്ളതിന് ആൽക്കീൻ എന്നും, ട്രിപ്പിൾ ഉള്ളതിൽ ആൽക്കൈൻ എന്നും പറയും. ഇനി സൈക്ലിക് കോമ്പൗണ്ട്സ് തന്നെ ആലിസൈക്ലിക് ഉണ്ട്, ആരോമാറ്റിക്കും. ആലിസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്നിങ് 3 or more carbon atom which is arranged in the form of a ring and their properties are almost similar to that of their physical property. Their physical properties are almost similar to that of straight chain alkanes ആണ്. പിന്നെ ആരോമാറ്റിക്, ഇതിൽ സൈക്ലോ ആൽക്കേൻ ഉണ്ട്, സൈക്ലോ ആൽക്കൈൻ ഉണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബെൻസീൻ റിംഗ് ആണ്. ബട്ട് ദിസ് ആരോമാറ്റിക് can again be classified into benzenoid and non-benzenoid. Benzenoid hydrocarbons are those which are the derivatives of benzene. Non-benzenoid compounds are those compounds, hydrocarbon which does not contain benzene ring but contain highly complex hydrocarbons. അപ്പോൾ ഇതാണ് നോൺ ബെൻസ്. അവരും ഇതായിരിക്കും കേട്ടോ, എന്തായിരിക്കും? റിംഗ് ഷേപ്പിലായിരിക്കും, പക്ഷേ ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇനി ഇതിൽ ഓരോരുത്തർ ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ല ആൽക്കീൻ, ഇനി അവർ ഓരോരുത്തരും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ ദ ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇസ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ അവർ ജനറലി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല. ദാറ്റ് ഈസ് ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ് ഓർ ബേസസ് ഓർ ദേ ഡു നോട്ട് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് റിയേജൻസ് അണ്ടർ നോർമൽ കണ്ടീഷൻ.
നോർമൽ കണ്ടീഷനിലെ കാര്യമാണ്. അത് വിചാരിച്ചിട്ട് ആൽക്കെയിൻസ് റിയാക്ട് ചെയ്യില്ല എന്നല്ല, ദേ റിയാക്ട്, നമ്മൾ കണ്ടീഷൻ മാറ്റി കൊടുക്കണം. സോ ആൽക്കെയിൻസ് ഡു നോട്ട് ജനറലി റിയാക്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ വിത്ത് an acid or a base or other reagents. So they are called as paraffins. Paraffin എന്ന് പറയുന്നത് ഗ്രീക്ക് ടേം എന്ന് വന്ന വേർഡാണ്. It means Greek അല്ല, Latin word. It means that little affinity, അതായത് റിയാക്ട് ചെയ്യാൻ ലിറ്റിൽ എഫിനിറ്റി ഉള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് ടെൻഡൻസി ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവരറിയുന്ന പേരാണ് പാരാഫിൻ. സോ വൈ ദേ ആർ കോൾഡ് ആസ് പാരാഫിൻ? ബിക്കോസ് ദേ അണ്ടർ നോർമൽ കണ്ടീഷൻ, അതാണ് മെയിൻ പോയിന്റ്. അണ്ടർ നോർമൽ കണ്ടീഷൻ ആൽക്കെയിൻസ് ഡു നോട്ട് റിയലി റിയാക്ട് വിത്ത് ആസിഡ്സ് ഓർ ബേസസ് ഓർ അതർ റിയേജൻസ്. സോ ദാറ്റ് ഫ്രം പാരാഫിൻ മീൻസ് ഇൻ ലാറ്റിൻ ഇറ്റ് മീൻസ് ലിറ്റിൽ എഫിനിറ്റി. സോ ദാറ്റ് മീൻസ് ദേ ആർ ലെസ് റിയാക്റ്റീവ്. ദാറ്റ് ഇസ് വൈ ആൽക്കെയിൻസ് ആർ കോൾഡ് ആസ് പാരാഫിൻസ്. ഇനി ആൽക്കെയിൻസ്, ഇതൊന്നും ഇവിടെ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും നമ്മളൊന്ന് പറഞ്ഞു വെച്ചിരിക്കാം. ആൽക്കെയിൻസ് ആർ ഹാവിങ് ജനറൽ ഫോർമുല. ഇതൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയാത്തത്. CnH2n+2. എന്തുകൊണ്ടാണ്? ഇതെന്താ? ഇതാണ് നമ്മുടെ ആൽക്കെയിൻ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ. ഇതിൻ്റെ പേരെന്താണ്? ഒരു കാർബണാറ്റം ഉള്ളതിനെ നമ്മൾ മെത്ത് എന്ന് പറയും. അതിൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എയിൻ, ആൽക്കെയിനിൻ്റെ എയിൻ. അടുത്ത അടുത്ത മെമ്പർ ആരാ? CH3CH. ഇതിനെ നമ്മൾ എന്താ പറയുക? ഈഥെയിൻ, മെത്ത്, എത്ത്. അടുത്തതിന് നമ്മൾ എന്ത് പറയും? CH3, CH2, CH3. ദിസ് ഇസ് പ്രൊപ്പീൻ. ഇനി ഇവരുടെ മോളിക്യുലർ ഫോമിൽ ഒന്ന് നോക്കുക. ഇത് CH4, ഇത് C2H6, ഇത് C3H8 അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു കാർബണിൻ്റെ ഡിഫറൻസ്, ഇവിടെ 2 ഹൈഡ്രജൻ്റെ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവർക്കൊരു ജനറൽ ഫോർമുല ഉണ്ട്, CnH2n+2. നോക്കൂ, CnH2n+2 ആണ്. കാർബണിന് 1 വന്നു കഴിഞ്ഞാൽ, എന്നിന് 1 വന്നു കഴിഞ്ഞാൽ കാർബൺ 1, H2 × 1+2 ദാറ്റ് ഈസ് ഈക്വൽ ടു CH4 ആണോ? ഇതാണോ? ഇനിയിപ്പം എനിക്ക് തേർഡ് കാർബണാറ്റിൻ്റെ മോളിക്യുലർ ഫോർമുല വേണമെങ്കിൽ ഞാൻ എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്ത C3H6+2 ദാറ്റ് ഈസ് C3H8. കണ്ടോ? ഇതാണ് ഇവരുടെ ഒരു ജനറൽ ഫോർമുല. ദാറ്റ് ഈസ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ ഇസ് CnH2n+. എന്നിൻ്റെ സ്ഥാനത്ത് 1ഓ 2ഓ 3ഓ 4ഓ 10 ഒക്കെ കൊടുത്താൽ നമുക്ക് ഹയർ മെമ്പേഴ്സിൻ്റെ മോളിക്യുലർ ഫോർമുല കിട്ടും. സോ ആൽക്കെയിൻസ് ആർ ഹാവിങ് എ ജനറൽ ഫോർമുല ഓഫ് CnH2n+2. ഇനി അടുത്തത് ദേ ആർ ഹോമോലോഗസ് സീരീസ്. ഇത് ഞാൻ ഓർഗാനിക് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഹോമോലോഗസ് സീരീസ്? A series of compounds with similar chemical properties. Series of compounds and they are having almost similar chemical properties in which members differ from one another by an additional CH2 group. ഈ മെമ്പേഴ്സ് തമ്മിൽ ഒരു ഡിഫറൻസ് എന്തിലുണ്ടാവുക? ഒരു CH2 ഗ്രൂപ്പിലാണ്. സോ ആൽക്കെയിൻസ് ആർ കോൾഡ് ആസ് ഹോമോലോഗസ് സീരീസ്. ഒന്ന് നോക്കൂ, ഇത് CH2ൻ്റെ ഡിഫറൻസ് ആണോ നോക്കുക. ഇവിടെ രണ്ടാളും തമ്മിൽ ഒരു കാർബണിൻ്റെ ഡിഫറൻസ്, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ. അപ്പം ഇവിടെ ഒരു CH2ൻ്റെ ഡിഫറൻസ് ആണോ? ഇനി ഇതാണ് സെക്കൻഡ് മെമ്പർ, ഇതാണ് തേർഡ് മെമ്പർ. ഇവർ തമ്മിൽ നോക്കി നോക്കുക. ഇവിടെ 2 ആണ്, ഇവിടെ 3. അപ്പോൾ ഒരു കാർബൺ ഡിഫറൻസ്. ഇവിടെ 6 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ വീണ്ടും കണ്ടോ, ഓരോ മെമ്പർ പോകുന്നതിനനുസരിച്ചിട്ട് അവിടെ ഒരു അഡീഷണൽ CH2 ഗ്രൂപ്പ്. അടുത്തത് എന്തായിരിക്കും? C4, ഒരു H2 വരണം. അപ്പം H10. കണ്ടോ, ഇങ്ങനെയാണ്. ഈച്ച് മെമ്പേഴ്സ് ഡിഫർ ഫ്രം വൺ എനദർ. അടുത്തടുത്തുള്ള മെമ്പറാണ്, അല്ലാതെ ഇയാളും അല്ല. ഈച്ച് മെമ്പേഴ്സ്, അതായത് ക്ലോസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഡിഫർ ഫ്രം വൺ എനദർ ബൈ എ അഡീഷണൽ CH2 ഗ്രൂപ്പ്. സോ ദേ ആർ കോൾഡ് ആസ് ഹോമോലോഗസ് സീരീസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക് ആയില്ല, ജസ്റ്റ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഡെപ്തായിട്ട് നമ്മൾ 10th എടുത്തിട്ടുണ്ട്. പിന്നെ ഓർഗാനിക് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവർ 10th വീഡിയോ ഒക്കെ ഒന്ന് തപ്പി നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നോമൻക്ലേച്ചർ ഒരു റീകോളിംഗ് എന്ന് പറയാം. നമ്മൾ പഠിച്ച കാര്യമാണ്, 10th അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു കാർബണാറ്റം ആണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് കൊടുക്കും മെത്തെന്ന്. 2 കാർബണാറ്റം ആണെങ്കിൽ നമ്മൾ എത്തെന്ന് കൊടുക്കും. 3 കാർബണാറ്റം ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബണാറ്റം ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബണാറ്റം ആണെങ്കിൽ പെൻറ്റ്, 6 കാർബണാറ്റമാണ് ഹെക്സ്, 7 കാർബണാറ്റമാണ് ഹെപ്റ്റ്, 8 കാർബണാറ്റമാണ് ഒക്റ്റ്, ഇറ്റ് ഇസ് നോണ്, 10 ആണെങ്കിൽ ഡെക്ക്. കണ്ടോ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നോണ്, ഡെക്ക്. ഇതാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക.
ഇനി ആൽക്കേൻ ആയതുകൊണ്ട് ലാസ്റ്റിൽ നമ്മൾ എപ്പോഴും എ എൻ ഇ എന്ന് കൊടുത്താൽ മതി. ഇപ്പം നോക്കൂ, CH4 ഇതാണ് കോമ്പൗണ്ട്, ഫസ്റ്റ് കോമ്പൗണ്ട്. അപ്പം ഇതിലൊരു കാർബൺ ആറ്റം, അപ്പം മെത്ത്. ഇതിൻ്റെ കൂടെ ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് ഇല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മീഥേൻ. ഇനി ഇത് നോക്കൂ, CH3 CH2 CH2 CH3. ഓക്കെ, അപ്പോൾ ഇതിന് എന്ത് പേര് കൊടുക്കും? മെത്ത്. 1 2 3 4 4 കാർബണാറ്റ് ആണെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ബ്യൂട്ട് എന്നുള്ളത് അവിടെ കൊടുക്കുന്നത്, ബട്ടെന്ന് വായിക്കരുത്, ബ്യൂട്ട്. ബട്ടേൻ എന്നല്ല, ബ്യൂട്ടേൻ. ബ്യൂട്ട്. എത്ര ഇവിടെ സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, ട്രിപ്പിൾ ബോണ്ട് ഇല്ല, പിന്നെ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, വെറും ഹൈഡ്രോകാർബൺ ആണ്. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? അതും ആൽക്കെയിൻ ആയതുകൊണ്ട് ബ്യൂട്ടേൻ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയിനൊക്കെ കൊടുക്കുക. ഇനി നമുക്കറിയാം ഇതിൽ തന്നെ സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്, ബ്രാഞ്ചഡ് ചെയിനൊക്കെ വരുന്നുണ്ട്. ഇപ്പം നോക്കൂ, CH3 CH2 CH3 ഇങ്ങനൊരു കോമ്പൗണ്ട് വന്നു അല്ലേ? നമ്മൾ എങ്ങനെയാണ് നമ്പർ ചെയ്യുക? ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ റീകോൾ ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്കറിയാം, ഇത് 1 2 3 ഇതൊരു കണ്ടിന്യൂസ് ചെയിൻ, അല്ലെങ്കിൽ 1 2 3 ഇതൊരു കണ്ടിന്യൂസ് ചെയിനാണ്. 1 2 3 ഇതും ഒരു കണ്ടിന്യൂസ് ചെയിൻ. പക്ഷേ 1 2 3 4 എന്ന് എനിക്ക് നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് നമ്മൾ ഒരു ഹൈഡ്രോകാർബണിന് പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ ചെയിൻ കണ്ടിന്യൂസ് ആയിരിക്കണം, അവിടെ ബ്രേക്കേജ് ഒന്നും പാടില്ല. ഈ ചെയിൻ എന്ന് പറയുന്നത് ഈ ബോണ്ട് ഇങ്ങനെ ലിങ്ക് ചെയ്തത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനെ മാത്രമേ നമുക്ക് നമ്പറിങ്ങിൽ വരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഫസ്റ്റ് റൂൾ ഇൻ ദ കേസ് ഓഫ് ആൽക്കെയിൻസിൻ്റെ കാര്യമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല, ആൽക്കെയിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ആൽക്കെയിൻ്റെ കേസിൽ നമുക്കിത് നോക്കുമ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് പാരൻറ്റ്, ഇവരുടെ പാരൻ്റ് ആരാന്ന് നോക്കണം. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ ചോദിക്കുക. ഇപ്പം നിങ്ങളൊരു സ്കൂളിൽ അഡ്മിഷന് നിങ്ങളുടെ പേരൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേര് ചോദിക്കില്ല, പാരൻറ്റ്. അപ്പോൾ ഇവരുടെ പാരൻ്റ് ചെയിൻ കണ്ടുപിടിക്കണം. പാരൻ്റ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചെയിൻ വിച്ച് ഇസ് ലോങ്ങസ്റ്റ്, അതായത് ദ കാർബൺ ചെയിൻ വിച്ച് ഇസ് ഇൻ ലോങ്ങസ്റ്റ് ഫോം ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ബ്രോക്കൺ. അവിടെ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെയിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതായിരിക്കണം ഇവരുടെ ഏറ്റവും വലിയ ചെയിൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പാരൻ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ നോക്കാം, അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമ്പർ കൊടുക്കാം, താഴെ നിന്ന് കൊടുക്കാം, മുകളിൽ നിന്ന് കൊടുക്കാം, സൈഡിൽ നിന്ന്, ഏത് സൈഡിൽ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കാം, ഇതാണ് ഒരു കണ്ടിന്യൂസ് ചെയിൻ. അപ്പോൾ 1 2 3 ഓക്കെയാണ്, ഇത് ലോങ്ങസ്റ്റ് ആണ്. 1 2 3 ഇത് ഇങ്ങോട്ട് നോക്കിയാലും 1 2 3, ഇങ്ങോട്ട് നോക്കിയാലും 1 2 3. അപ്പോൾ ലോങ്ങസ്റ്റ് പാരൻ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എനിക്കിനി നമ്പർ ചെയ്യണം. ഐ ക്യാൻ ഗിവ് 1 2 3. ഓക്കെ, ഇനി ഇങ്ങനെയും കൊടുക്കുക 1 2 3. ഇനി ഇങ്ങനെയും കൊടുക്കുക 1 2 3. എങ്ങനെ വേണം കൊടുക്കുക, എങ്ങനെ നോക്കിയാലും 3 എണ്ണം ഉള്ളത് കൊണ്ട് ഐ ക്യാൻ ഗിവ് ലൈക്ക് ദിസ്. ഇനി നെക്സ്റ്റ് കേസ്, ഇവിടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, വി ഹാവ് ടു ഗിവ് ദ ലോവസ്റ്റ് നമ്പർ ഫോർ ദാറ്റ് അറ്റാച്ച്ഡ് കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബ്രാഞ്ച്. ഇതിന് നമ്മൾ എന്താ പറയുക? ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ആ ബ്രാഞ്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നമ്പറിങ്. അതായത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഫസ്റ്റ് ദി പാരന്റ് ചെയിൻ, സെക്കൻഡ് വൺ വി ഹാവ് ടു ഗീവ് ദ നമ്പർ ടു ദി പാരന്റ് ചെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം ഷുഡ് ഗെറ്റ് ദി ലോവസ്റ്റ് നമ്പർ. പക്ഷേ ഇവിടെ ഈ ഒരു കേസ് സിമ്പിളാണ്. ഇവിടുന്ന് ഞാൻ എങ്ങനെ നമ്പർ ചെയ്താലും ഈ ബ്രാഞ്ച് കാർബണിന് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ സോ ഐ ക്യാൻ ഗിവ് ദ നമ്പർ ഫ്രം ദിസ് സൈഡ്. അപ്പോൾ പാരൻ്റ് ആരാ? മെത്ത്, എത്ത്, പ്രൊപ്പ്. അപ്പോൾ ഞാൻ ആദ്യം പ്രൊപ്പ് എഴുതും. ഇവിടെ ആരും സിംഗിൾ ഇല്ല, ഡബിൾ ഇല്ല, ട്രിപ്പിൾ ഇല്ല, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എയിൻ എഴുതി, പ്രൊപ്പെയിൻ. പക്ഷെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ? എനിക്കിതിൻ്റെ ബ്രാഞ്ച് എഴുതണം. ബ്രാഞ്ചിന് എപ്പോഴും നമ്മൾ ഫസ്റ്റ് എഴുതണം. ഫസ്റ്റ് വെറുതെ എഴുതിയാൽ പോലെ. ഈ ബ്രാഞ്ചിൽ ഇതാണ് ഇതിൻ്റെ ബ്രാഞ്ച്. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം. ഈ ബ്രാഞ്ച് ആകണ സമയത്ത് നമ്മൾ ഇത് ശരിക്കും ഒരു വാലാണല്ലോ, ഈ ഒരു പാരന്റ് ചെയിൻ്റെ വാലാണല്ലോ. അപ്പം നമ്മൾ ഈ ബ്രാഞ്ചിന് പറയുക, ഇപ്പം ബ്രാഞ്ചിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ മെത്താണ്, അത് YL എന്ന് കൊടുക്കണം. മിഥൈൽ അല്ലെങ്കിൽ പ്രൊഫൈൽ, ബ്യൂട്ടൈൽ. അവിടെ ബ്യൂട്ടൈൽ എന്ന് കൊടുക്കുന്നത്. പാരൻറ്റിന് മാത്രമേ ANE കൊടുക്കൂ. ഈ വാലുകളൊക്കെ വാലായതുകൊണ്ട് YL എന്ന് കൊടുക്കണം. അപ്പം നമുക്കിവിടെ പറയാം, ഇത് മിഥൈലാണ് ഇവിടുത്തെ വാല് കിടക്കുന്നത് അല്ലേ, മിഥൈൽ. ഈ വാല് കിടക്കുന്നത് എവിടെയാണ്? ഈ ബ്രാഞ്ച് എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്തെഴുതും? 2 സെക്കൻഡ് പൊസിഷൻ എഴുതി ഹൈഫൺ ഇടണം. നിങ്ങൾക്ക് തോന്നിയ പോലെ കോമയോ ഇങ്ങനെ കുത്തോ ഒന്നുമല്ല. യു ഹാവ് ടു ഗിവ് എ ഹൈഫൺ. ഒരു കാർബൺ ആറ്റം ആയതുകൊണ്ട് 2 മീഥൈൽ
പ്രൊപ്പെയിൻ. ഇവിടെ ഗ്യാപ്പ് ഒന്നും ഇടണ്ട, ഇതിങ്ങനെയൊന്നും എഴുതരുത്. 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഇങ്ങനെയല്ല, നമ്മൾ ഒറ്റയടിക്ക് 2 മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ പാരൻ്റ് എന്താണ്? പ്രൊപ്പെയിൻ ആണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡ് പറയണത് കേട്ടോ. ഇനിയും ഡൗട്ടുള്ളവർ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ SSLCയിൽ ഓർഗാനിക് കോമ്പൗണ്ട് നോമൻ ക്ലേച്ചർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അസലായിട്ട് കിട്ടും. അതെന്ത് നോക്കിയാൽ മതി. കാരണം നമ്മുടെ കയ്യിൽ ടൈം വേസ്റ്റ് ചെയ്യാനില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി അടുത്ത് വേറൊരു കോമ്പൗണ്ടും കൂടെ തരാം കേട്ടോ. CH3 CH CH2 CH2 C. ഇതൊന്ന് നോക്കിക്കേ. ഇതിൽ ഫസ്റ്റ് നമ്മുടെ റൂൾ എന്താ? പാരന്റ് ചെയിനെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നോക്കുക, എണ്ണി നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് 1 2 3 4 5. ഇനി ഇവിടെ നോക്കിയാൽ 1 2 3 4 5 1 2 3 4 5. എങ്ങനെ നോക്കിയാലും 5 കാർബൺ ആറ്റാണ്. അപ്പം ഞാൻ ഇവിടുത്തെ നമ്പർ എടുക്കുക 1 2 3 4 5. ഇത് കറക്റ്റാണോ? അല്ല. ഞാനിപ്പം എക്സാമിന് 4 മീഥൈൽ പെൻറ്റേന്ന് എഴുതിയ തെറ്റാ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് റൂൾ ശ്രദ്ധിക്കണം. വെൻ വി ആർ നമ്പറിങ് വി ഹാവ് ടു നമ്പർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റം ഇൻ വിച്ച് ദ ബ്രാഞ്ച് ഇസ് പ്രസൻറ്റ് ഷുഡ് ഗെറ്റ് ദി ലോവസ്റ്റ് നമ്പർ. ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം അവരുടെ നമ്പറിങ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് നമ്പർ ചെയ്ത് നോക്കുക 1 2 3 4 5. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന് ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പം എത്രയാണ്? സെക്കൻഡ് പൊസിഷനാണ്, ഇത് 4th പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി എഴുതുക ഏതാണ്? പാരൻറ്റ്. 5 എണ്ണം ഉള്ളതുകൊണ്ട് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. പെൻറ്റ് എയിനാണ്. ഞാൻ ആദ്യം ഇത് എഴുതിയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ബ്രാഞ്ച് വെച്ച് ചെയ്താൽ. ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്? സെക്കൻഡ് പൊസിഷനിൽ. ഏതാണ് ബ്രാഞ്ചിലുള്ളത്? ബ്രാഞ്ചിൽ ഒറ്റ കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? 2 മീഥൈൽ പെൻറ്റേൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും മതി. ഇത് ഭയങ്കര ഡെപ്തിലൊക്കെ നമ്മൾ ഐസോമറിസം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ഞാൻ പഠിപ്പിച്ചത്. ഞാൻ പറയില്ല, ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ആ SSLCൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് തരാം, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഐസോമറിസം ആണ്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞേക്കാം. ഇതും ഞാൻ SSLCക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെയും ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഐസോമറിസം ജസ്റ്റ് ഒന്ന് പറയാം. ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the compounds are having same molecular formula. Compounds are having same molecular formula but have different structural arrangement. ഒരേ മോളിക്കുലാർ ഫോമുല ആയിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ടായിരിക്കും? സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. CH3 CH2 CH2 CH3. ഓക്കെ, ഇനി വേറൊരു കോമ്പൗണ്ട് കാണിച്ചിട്ട് CH3 CH CH3 CH3. ഇനി ഇവർ രണ്ടാളി പേര് നമ്മളൊന്ന് എഴുതുക കേട്ടോ. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ടൈൻ ആണല്ലോ. ഇതോ 1 2 3 1 2 3. എങ്ങനെ നോക്കിയാലും ലോങ്ങസ്റ്റ് 3 എണ്ണം വരുന്ന 1 2 3. ഇവിടുന്ന് നമ്പർ ചെയ്താൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച്, ഇവിടുന്ന് നമ്പർ ചെയ്താലും സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച്. അപ്പം ഞാൻ എന്ത് ചെയ്ത് 1 2 3. മെത്ത് എത്ത് പ്രൊപ്പാണ്, പക്ഷെ സെക്കൻഡ് പൊസിഷനിൽ ഒരു വാലുണ്ട്, ദാറ്റ് ഈസ് മീഥൈലാണ്. അപ്പം ഞാൻ എന്ത് എഴുതി? 2 മീഥൈൽ പ്രൊപ്പെയിൻ. രണ്ടാളും രണ്ടല്ലേ, ഒരാൾ ബ്രാഞ്ചാണ്, ഒരാൾ സ്ട്രേറ്റ് ചെയിനാണ്. ആയിക്കോട്ടെ, ഇവരുടെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതാം. മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രോജൻ ആറ്റം ഉണ്ടെന്ന് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതാ 1 2 3 4 4 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രോജൻ? 3 + 2 6 6 + 2 8 8 + 3 11 3 6 8 10. No, 3 + 2 5 5 + 2 7 7 + 3 10 7 + 3 10. അപ്പം C4H10. ഓക്കെ, ഇനി ഇത് നോക്കാം. 1 2 3 4. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 3 + 3 6 6 + 3 9 9 + 1 10. ഒന്ന് നോക്കിക്കേ, ഇവിടെ എന്താ ഇവർ സിമിലാരിറ്റി? ദേ ആർ ഹാവിങ് സെയിം മോളിക്യുലാർ ഫോർമുല. പക്ഷെ ഇവരെന്താ വ്യത്യാസം? different structural arrangement. So the molecules or the compounds which are having same molecular formula but different structural arrangement, then such type of molecules are called as isomers, or the phenomena is known as isomerism. ഈ ഒരു ഫിനോമിനൻ എന്താ പറയുക?
Isomerism. So what is meant by isomerism? The phenomena in which the compounds are having same molecular formula but different structural arrangement. That phenomenon is called as isomerism, and these compounds are called as isomers. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റൊരു എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളതാട്ടോ. Write all the possible isomers of the compound C6H14 and write their IUPAC name. അതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളോട് ഓൾ ദ പോസിബിൾ, എല്ലാ പോസിബിൾ ഐസോമേഴ്സിൻ്റെയും ഇതിൻ്റെ എഴുതിയിട്ട് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ചെയിനിലങ്ങ് തുടങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. 6 കാർബൺ ആറ്റം. 1 2 3 4 5 6 എണ്ണം അങ്ങ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 കാർബൺ ആറ്റം കൊടുത്തു. ഈ C6H14 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന്. അതിന് ജസ്റ്റ് നമ്മുടെ ഈ ഫോർമുല ഒന്ന് നോക്കിയാൽ മതി. H2n+2 ആണോ നോക്കി നോക്കുക. ഇതിപ്പോൾ ആൽക്കെയിൻ ആണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഫോർമുല പറഞ്ഞത്. ഇനി നമ്മളിപ്പം ആൽക്കീനും ആൽക്കൈനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ ആദ്യം ആൽക്കെയിൻ്റെ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 6 കൊടുത്താൽ C6 12 + 2 = H14. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇതിൽ ഡബിളും ട്രിപ്പിളും ഒന്നുമില്ല. ഇത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ എനിക്ക് എളുപ്പമാണ് ചെയ്യാൻ. എല്ലാം സിംഗിൾ ബോണ്ടഡാണ്. ഇനി സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം, ഏതൊരു കാർബൺ ആറ്റത്തിനും എപ്പോഴും വാലൻസി എന്ന് പറയുന്നത് 4 അതിൻ്റെ 4 അതായത് ആ 4 വാലൻസി വി ഹാവ് ടു സാറ്റിസ്ഫൈ. 4 വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബോണ്ടഡ് വിത്ത് 4 others. എപ്പോഴും കാർബണിന് 4 ബോണ്ടുകൾ, ആ 4 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, ഓൾറെഡി ഈ കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഹാസ് സാറ്റിസ്ഫൈഡ് ഇറ്റ്സ് 1 വാലൻസി. ഇനി എത്ര റിമൈനിങ് ഉണ്ട്? 3 എണ്ണം. കാർബണിന് 4 എണ്ണം ഉണ്ട്. അതിൽ ഒരു ബോണ്ട് ഇതിന് ഈ കാർബണുമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതെവിടെ? ആ 3 എണ്ണം ആര് വരും? 3 ഹൈഡ്രജൻ ആറ്റം വരും. ഇനി ഈ കാർബൺ നോക്കാം. ഈ കാർബൺ ഓൾറെഡി 2 ആളായിട്ട് ബോണ്ടഡ് ആണ്. കാർബണിന് 4 ബോണ്ടിങ് വേണം. 2 എണ്ണം ഓൾറെഡി ദിസ് ഇസ് സാറ്റിസ്ഫൈഡ്. ഇനി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 2 എണ്ണം. അവിടെ ആര് വരും? ഹൈഡ്രജൻ. ഇവിടെയും അതേപോലെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ എന്താണ്? ഇവിടെ 3 വരണം. കാരണം ഈ കാർബണും തമ്മിൽ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പം എത്രേ? 3 ഹൈഡ്രജൻ. ഇനി ഇതിൻ്റെ പേര് അപ്പം തന്നെ എഴുതിക്കാം. മെത്തേത്ത് പ്രൊപ്പബ്യൂട്ട് പെൻഡ് ഹെക്സ്. ഇതിൻ്റെ പേരെന്താണ്? ഹെക്സേൻ. ആയിക്കോട്ടെ. ഇനി അടുത്ത ഐസോമർ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പല പല രീതിയിൽ ബ്രാഞ്ച് വരുത്തിയിട്ട് അതിൻ്റെ പേരും കൂടെ എഴുതുമ്പോഴേ നമ്മൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റത്തേത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഇങ്ങനെയില്ലേ, ഞാൻ എന്താ വിചാരിക്കും, ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ കൊടുക്കട്ടെ CH3 CH. അപ്പം നിങ്ങൾക്ക് ഇവിടെ H എഴുതണ്ട, ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുക. അപ്പോൾ ഇനി എത്ര എണ്ണേ പാടുള്ളൂ? 5 എണ്ണം. 1 2 3 4 5. കാരണം 1 2 3 4 5 6 കാർബൺ ആറ്റം ആയിരുന്നു നേരെ വരച്ചപ്പം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? 5 കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് ഇടുകയാണേ. അപ്പോൾ ഇപ്പം മൊത്തം 6 കാർബണായി. ഇനി എനിക്ക് കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കാർബൺ ഒരു കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി എത്ര ഉണ്ട് റിമൈനിങ്? 3 വാലൻസി. അപ്പോൾ ഞാനിവിടെ H3 കൊടുത്തു. ഈ കാർബൺ നോക്കൂ, 1 2 3 ബോണ്ടഡ് ചെയ്തു. ഇനി ബാക്കി എത്രയുള്ളത്? 1. ഇത് 2 എണ്ണം. അപ്പോൾ ഇത് 2, ഇത് 2, ഇത് 3. ഇനി ഞാൻ വീണ്ടും പറയില്ല. ഈ കാർബൺ ഒരാളായിട്ടാണ്. അപ്പോൾ 3. ഇനിയിപ്പോൾ നോക്കൂ, 1 2 3 4 5 6 എണ്ണം. ഇനി ഹൈഡ്രജൻ്റെ നമ്പറും കറക്റ്റ് ആണോ നോക്കണം. 3 4 6 8 9 10 11 12 13 14. കറക്റ്റ് ആയല്ലോ. അതും 14. ഇനി എനിക്ക് പേര് കൊടുക്കണം. നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയ്ത് നോക്കൂ. 1 2 3 4 5. ഇവിടുന്ന് എഴുതുമ്പോഴാണ് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ 2 മിഥൈൽ മെത്തേത്ത് പ്രൊപ്പബ്യൂട്ട് പെൻറ്റീൻ. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ തന്നെ എനിക്ക് ഇവിടേക്ക് ബ്രാഞ്ച് ഇട്ടൂടെ? ഇതിനെ ഒറ്റ ബ്രാഞ്ച്, അതായത് CH3 CH2 CH. ഇനി ഞാൻ വീണ്ടും വാലൻസ് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കൂ, 1 2 3 4 5 6 3 + 2 5 5 + 1 6 6 + 3 9 9 + 2 11 11 + 3 14. കറക്റ്റ് ആയല്ലോ. 14. അപ്പം ഇനി 1 2 3 4 5 1 2 3 4 5 എങ്ങനെ നോക്കിയാലും ഇതിന് തേർഡാണ്. അപ്പം തേർഡ് പൊസിഷനിൽ 3 മിഥൈൽ പെൻറ്റീൻ. ഓക്കെ.
ഓക്കെ, നിർത്താൻ പറ്റുമോ? ഇല്ല, ഇനിയുമുണ്ട് കോമ്പൗണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഇവിടെ കൊടുത്തില്ല, അടുത്തത് ഇവിടെ കൊടുത്താലോ എന്ന്. ഇവിടെ കൊടുത്താൽ എന്താ സംഭവം? വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം 4th വണ്ണേ. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, മാം പറഞ്ഞ ആദ്യം ഇവിടെ കൊടുക്കുക, പിന്നെ ഇവിടെ കൊടുക്കുക, പിന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, കൊടുത്തു നോക്കൂ. എന്താവും? CH3 CH2 CH2 CH3 CH3 3 4 5. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഒന്ന് കൊടുത്തു നോക്കൂ. ഇതിവിടെ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ പേര് നോക്കണേ. 1 2 3 4 5. നമ്മൾ എവിടുന്നാണ് നമ്പർ ചെയ്യുക? ഈ കാർബണാറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ ആണല്ലോ. അപ്പം ഞാൻ ഇവിടുന്ന് നമ്പർ കൊടുത്താൽ 1 2 3 4 ആണ് ഇവിടെ വരിക. അപ്പം ഞാൻ ഇവിടുന്ന് നമ്പർ കൊടുക്കണം 1 2 3 4 5. അപ്പം ഇതിൻ്റെ പേരെന്താ? 2-methyl pentane. സംഭവം നോക്കൂ, ഇതന്നെയല്ലേ 2-methyl pentane, ഇതന്നെയല്ലേ 2-methyl pentane. അപ്പം ഇതെന്താണ്? ഇത് ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് വേണ്ട. മനസ്സിലായല്ലോ എന്താ പ്രശ്നം എന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഓൾറെഡി 3 എണ്ണം കിട്ടി. ഇനി 4ാമത്തത്. ഇപ്പം നമ്മളിവിടെയൊക്കെ സിംഗിൾ ബ്രാഞ്ചാണ് കൊടുത്ത്. നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ സിംഗിൾ അല്ലാതെ ഡബിൾ കൊടുക്കരുതെന്നൊന്നും. ഒരേ കാർബണിൽ 2 ബ്രാഞ്ച് കൊടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ CH3. ഇനി ഞാൻ വാലൻസ് ഒന്നും കാണിക്കില്ലേ. ഇനി നിങ്ങളങ്ങ് ചെക്ക് ചെയ്ത് നോക്കുക. CH3 CH2 CH3. ഓക്കെ, മെത്ത് പ്രൊപ്പ് എത്ര എണ്ണം നോക്കുക? 1 2 3 4 5 6. അപ്പോൾ കാർബണിൻ്റെ എപ്പോഴും ഈ ഐസോമറിസം എഴുതുമ്പം ബെറ്റർ ഒന്ന് കാർബണിൻ്റെ നമ്പറും ഹൈഡ്രോജൻ്റെ നമ്പറും ചെക്ക് ചെയ്ത് നോക്കുക. ബൈ മിസ്റ്റേക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം. നമ്മുടെ ഉദ്ദേശം മനസ്സിലായ കാര്യം പേപ്പറിൽ എഴുതുമ്പോൾ മാർക്ക് ഫുൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, 1 ഇവിടെ എത്ര 6 കാർബണാറ്റം ഉണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രജൻ നോക്കുക. 3 + 3 6 6 + 2 3 + 3 6 6 + 3 9 9 + 3 12 12 + 2 14. അപ്പോൾ C6H14 അത് കറക്റ്റായി. ഇനി നമുക്ക് പേരാണ് വേണ്ടത്. പേര് നമ്മൾ നമ്പർ ചെയ്യുക. ലോവസ്റ്റ് കാർബണാറ്റം ആയിരിക്കണം ദ കാർബൺ വിച്ച് ഇസ് ഹാവിങ് ബ്രാഞ്ചസ്. അപ്പം നമുക്കറിയാം ലോങ്ങസ്റ്റ് കാർബൺ ചെയിനം എന്ന് പറയുന്നത് 4 എണ്ണം ഉള്ളതാണ്. ഇനി ബ്രാഞ്ച് കൊടുക്കും. ഈ സെക്കൻഡിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്. ആ 2 ബ്രാഞ്ചിലും ഓരോരോ കാർബണാണ്. അപ്പോൾ ഇതൊരു മീത്തൈൽ, ഇതൊരു മീത്തൈൽ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 2 മീത്തൈൽ ഇങ്ങനെയല്ലേ എഴുതുക. അതിന് പകരം നമ്മൾ എന്തെഴുതും? രണ്ടും ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മീത്തൈൽ ഒരു പ്രൊപ്പൈലും ആണെങ്കിൽ നമ്മൾ എഴുതിയേനി 2 മീത്തൈൽ 2 പ്രൊപ്പൈൽ എന്നൊക്കെ എഴുതുക. ഇത് രണ്ടും ഒരാളായതുകൊണ്ട് നമ്മൾ എന്തെഴുതും? 2,2 ഡൈമീഥൈൽ പ്രൊപ്പർ ബ്യൂട്ടേൻ. ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓൾറെഡി ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഐസോമറിസത്തിൻ്റെ ഐസോമറിസം മാത്രമല്ല നോമൻക്ലേച്ചറിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇടും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. അപ്പോൾ ഇതൊരു പുതിയ കോമ്പൗണ്ടായി. ഇനി അടുത്തത് എനിക്ക് ഇങ്ങനെ എഴുതാം. CH3 1 2 3 4 5 6. ഇനി CH3 CH3 ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നോക്കിക്കോ. 1 2 3 4 5 6. ഓക്കെ, 3 6 9 12 13 14. അപ്പോൾ ഹൈഡ്രോജൻ്റെ വാലൻസും റെഡി. ഇനി നോക്കുക 1 2 3 4. അപ്പോൾ സെക്കൻഡും തേർഡ് പൊസിഷനിലുമാണ് ബ്രാഞ്ച്. 1 2 3 4 ഇങ്ങനെ എഴുതിയാലും സെക്കൻഡും തേർഡ് പൊസിഷനിലാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ എന്തെഴുതും? 2 മീഥൈൽ 3 മീഥൈൽ മെത്തേത്ത് പ്രൊപ്പ് ബ്യൂട്ടേൻ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ? ഓൾ ആർ ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോർമുല, ഓൺലി ഡിഫറൻസ് ഇസ് ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഐസോമറിസം ആൽക്കെയിൻ്റെ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയുള്ള ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻസ് ആണ്. നമ്മൾ നമ്മുടെ VSEPR തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തില്ല. നമ്മളിവിടെ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് മീഥെയിൻ ആണ്. ഏറ്റവും സിമ്പിൾ ഫസ്റ്റ് ആൽക്കെയിനിലുള്ളതെന്ന് പറയുന്നത് CH4 ആണ്. അപ്പം നമ്മൾ സ്ട്രക്ചർ പറയാൻ പോവാണ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. നമ്മളെപ്പോഴും സ്ട്രക്ചർ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതൊക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. സോ 1s2 2s2 2p2. ഇനി ഇത് നമുക്കറിയാം ഇതിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഔട്ടർ മോസ്റ്റ് മാത്രമേ വരയ്ക്കുള്ളൂ. 2s 2p 2pയിൽ 1 2. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും? എസ്സിൽ നിന്നും ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് പിയിലേക്ക് ചാടും. ഒരു എസ്സും ഒരു പിയും.
ഈ എസ്സും ഈ 3 പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഇൻ sp3 hybridized orbital. So the carbon atom in CH4 undergo sp3 hybridized orbital in which each orbital will be directed towards the corners of a regular tetrahedron. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ കോർണേഴ്സ് ഓഫ് എ റെഗുലർ ടെട്രാഹൈഡ്രൻ. ഇതാണ് കാർബണിൻ്റെ sp3 ഓർബിറ്റൽ. ഇനി ഇത് എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. അതായത് 1s1 ആണ്. അപ്പം ഈച്ച് ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് sp3 hybrid orbital of carbon overlap with the 1s orbital of hydrogen to form a sigma bond, and it forms a tetrahedron structure for CH4. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് സ്പീഡ് പറയുന്നത്. ദാറ്റ് ഈസ് കാർബൺ ആറ്റം ഹാവിങ് ആൻ ആറ്റോമിക് നമ്പർ 6. ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇസ് 2s2 2p2 and excited state, the electron from the s orbital jump towards the p orbital and it form sp3, and these 1s and 3p orbital hybridized or intermixed together to form sp3 hybrid orbital, and these sp3 hybrid orbital will be oriented towards the corners of a regular tetrahedron, and each sp3 orbital overlap with 1s orbital of hydrogen to form sigma bond. And this is the structure of CH4. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹൈഡ്രോകാർബൺ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഇസ് 109 ഡിഗ്രി, 109.5 ഡിഗ്രി, ആൻഡ് ദി ബോണ്ട് ലെങ്ത് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇസ് 108.7 പിക്കോമീറ്റർ. ഇതാണ് കാർബണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രിയാണ്. ഇവരെ കാർബൺ ടു ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 108.7 പിക്കോമീറ്റർ. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ മീത്തേൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മീത്തേൻ, ഈത്തേനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഹൈബ്രിഡൈസേഷൻ്റെ ടോപ്പിക്കിലൂടെ ഒന്ന് നോക്കിയാൽ മതി, കിട്ടും. ഇനി നമുക്ക് കാർബൺ ആറ്റത്തിന് നമ്മൾ ആൽക്കെയിൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആൽക്കെയിൻസിലെ കാർബൺ ആറ്റത്തിന് നമ്മൾ പല പേരിൽ പറയുന്നുണ്ട്. പ്രൈമറി കാർബൺ ആറ്റം, ഈ 1ൻ്റെ മുകളിൽ ഒരു ഡിഗ്രി ഇട്ട് അതിനെ പ്രൈമറി കാർബൺ ആറ്റം, സെക്കൻഡറി കാർബൺ ആറ്റം ഉണ്ട്, ടേഴ്സറി കാർബൺ ആറ്റം ഉണ്ട്, ആൻഡ് ക്വാട്ടർണറി കാർബൺ ആറ്റം ഉണ്ട്. എന്താണ് ഈ പ്രൈമറി കാർബൺ ആറ്റം? എന്താണ് ഈ സെക്കൻഡറി കാർബൺ ആറ്റം, ടേഴ്സറി ആൻഡ് ക്വാട്ടർണറി? നോക്കാം. ഇത് ഈ ഒരു കാർബൺ ആറ്റത്തിന് ഞാൻ പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറയും. ഇതിനെയും ഞാൻ പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. ഇനി CH3 CH3 CH2, ഈ കാർബൺ ആറ്റത്തിന് ഞാൻ സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയും. ഇതിന് ഞാൻ പ്രൈമറി, ഇതിന് പ്രൈമറി. ഇനി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുക വാട്ട് ഇസ് മീൻ ബൈ പ്രൈമറി, സെക്കൻഡറി. Primary carbon atoms are those carbon atom which is attached to only one other carbon atom. Primary carbon atom are those carbon atom which is attached to only one other carbon atom. വേറെ ഒരു ഒറ്റ കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ ആ കാർബണെ പറയുന്ന പേരാണ് പ്രൈമറി കാർബൺ ആറ്റം. ഇതിനെ ഞാൻ പറഞ്ഞു CH3 CH2, ഇതിനെ അപ്പം ഞാൻ എഴുതി കേട്ടോ CH3. ഇതിനെ ഞാൻ പറഞ്ഞു സെക്കൻഡറി. എന്തുകൊണ്ടാണ്? ദ കാർബൺ ആറ്റം ഇസ് അറ്റാച്ച്ഡ് ടു അതർ. നമ്മൾ ഈ പ്രൈമറിയും സെക്കൻഡറിയും ടേഴ്സറിയും ഹൈഡ്രജൻ്റെ ബേസിസിലല്ല, എത്ര കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ദ കാർബൺ ആറ്റം, ദിസ് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച്ഡ് ടു അതർ കാർബൺ ആറ്റം. അപ്പോൾ ഈ കാർബൺ ആറ്റം എത്ര കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്? 2 എണ്ണം. അതുകൊണ്ട് അതിൻ്റെ പേരെന്താ? സെക്കൻഡറി. ഇതോ ഈ കാർബൺ ആറ്റം ഒരൊറ്റ കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇത് പ്രൈമറി. ഈ കാർബൺ ആറ്റം ഒരൊറ്റ കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇതും പ്രൈമറി. അങ്ങനെയാണെങ്കിൽ ഇതോ, ഇതിലേതൊക്കെ ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ടോ ഒന്ന് പറഞ്ഞേ. ദിസ് കാർബൺ ആറ്റം ഇസ് പ്രൈമറി ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഓൺലി 1 കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റം 1 2 3 4. അപ്പോൾ ഇതെന്താ? ദിസ് ഇസ് ക്വാട്ടർണറി. 4 കാർബൺ ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് ക്വാട്ടർണറി കാർബൺ ആറ്റം. ഇതോ, ഇതൊരു പ്രൈമറി, ഇതൊരു പ്രൈമറി, ഇതൊരു പ്രൈമറി.
അപ്പം നിങ്ങൾക്ക് ഇനി കാണേണ്ടി വരും ഏതാണ് ടെർഷ്യറി. ഇപ്പോൾ അറിയാലോ, ഇതെന്താ, ദിസ് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു 1 2 3, സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ടെർഷ്യറി കാർബൺ ആറ്റം. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കാർബൺ ആറ്റം എന്നുള്ളത്? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ് ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ, ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും അയ്യോ ഇന്ന് വീഡിയോ ഇല്ല, പേടിക്കേണ്ട, ഞാൻ 2 വീഡിയോ ചെയ്യും. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ എന്തോ തരാം, ഭയങ്കര വലിയൊരു ടോപ്പിക്കാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതിൽ ഞാൻ 2 സിമ്പിൾ ഹോംവർക്ക് തരാം. ഒന്ന് നോട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം, കമ്പൽസറി കേട്ടോ. അറിയണവരൊക്കെ ഒന്ന് ഇടും, അപ്പോഴല്ലേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും, നമ്മുടെ ക്ലാസ് കേട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ 2 ഹോംവർക്ക് കേട്ടോ. ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്, ദാറ്റ് ഈസ് CH3 4 times C, CH3 2 times CH, CH, CH3 2 times. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ദി സ്ട്രക്ചേഴ്സ്, ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ എഴുതണം ഈ നെയിമുള്ളത്. അതായത് 3 ethyl 2 methyl pentane 2 3 5 trimethyl propyl heptane. സിമ്പിൾ ആട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചെഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടും കേട്ടോ. പിന്നെ നന്നായി പഠിക്കുക. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഒരു ഇൻസ്റ്റാ പേജും ഉണ്ട്, ജസ്റ്റാസ് കെമിസ്ട്രി ക്ലാസ്. അപ്പം അതിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ നമുക്ക് easykemistryclass@gmail.com മെയിൽ അയച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്തോളൂ. ഓക്കെ, താങ്ക് യു.